പാലക്കാട് ആലത്തൂരിൽ ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാർ ദേശീയപാത നിർമ്മാണത്തിൽ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ശ്രീകുമാരൻ വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീത്ത്, അതൊരു പക്ഷേ കടന്ന പ്രതിഷേധമാകണം, പക്ഷേ പറഞ്ഞ് ഗതികെട്ട് വേറെ നിവൃത്തിയില്ലാത്ത ഉപരോധവുമായി ഇറങ്ങിയതാണ് അവർ. ശ്രീത്ത്, അതെ ഹാഷ്മി, അവർ പ്രതിഷേധത്തിലാണ്, നാട്ടുകാരാണ് പ്രതിഷേധിക്കുന്നത്. അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ഈ റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധിക്കുന്നത്, ദേശീയപാതയാണ്, അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? ദേശീയപാത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന താല്പര്യം കൊണ്ടല്ല ഉപരോധിക്കുന്നത്. ഇവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത പ്രയാസം എന്താണ് പ്രധാനപ്പെട്ട വിഷയം? ഏറ്റവും ഇവിടെ ഈ 4 വാർഡുകളിൽ നിന്നും ഇവിടെ ആലത്തൂർ അങ്ങാടിയിലേക്ക്, ആലത്തൂർ ടൗണിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡ് മാർഗമാണ് ഈ മാർഗം. ഇതുമായി ബന്ധ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അപ്പുറത്താണ്. ക്രോസ് റോഡില്ല. ഇവർ സർവീസ് റോഡ് പോലും പ്രാവർത്തികമാകില്ല. ഒരു സർവീസ് റോഡെങ്കിലും വിട്ടിട്ട് ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണ്ടേ? കുട്ടികളൊക്കെ പഠിക്കുന്നതും ഒരുപാട് കുട്ടികളുണ്ട്. പൊറുതിമുട്ടിയിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണോ? അതെ, പൊറുതിമുട്ടിയിട്ടുള്ള പ്രതിഷേധം തന്നെയാണ്. ഇവിടെ 5000-ഓളം ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും, നടക്കാൻ പോലും വഴിയില്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ദേശീയപാതയാണ് പ്രധാനപ്പെട്ട പാത. ലോറി വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒരു പരിഹാരം പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത്. ഗുരുതരമായ സാഹചര്യമാണ്. ദേശീയപാതയാണ് ഉപരോധിച്ചിട്ടുള്ളത്. പോലീസ് എന്തായാലും ഇപ്പോൾ ഒരു അറസ്റ്റിന് ഒരു നീക്കം പോലീസ് ഇപ്പോഴും നടത്തിയിട്ടില്ല. ആലത്തൂർ CI അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അവർ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. ഇതൊരു വലിയ ക്രമസമാധാന പ്രശ്നത്തിലേക്കൊന്നും പോകാത്തിടത്തോളം കാലം മറ്റു തരത്തിലേക്ക് പോകില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാലും ഈ സമരം തുടരുകയാണ്. കൂടുതൽ പോലീസ് ഇങ്ങോട്ട് വരും. ഇപ്പോൾ വാഹനങ്ങൾ താൽക്കാലികമായി കടത്തിവിടുന്നുണ്ട്. ഹാഷ്മി.